A home is where life happens. Every brick here holds a dream. Every corner holds a memory. So let's step inside and hear their story. Welcome to Framix Home Stories. As soon as you walk in, the first thing to notice is the gorgeous glossy blue tile. It gives immediately a feeling of calm, clean, polished look. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡേൺ ലുക്ക് ആണെങ്കിലും ഇറ്റ് ഗിവ്സ് എ വാം ആൻഡ് കംഫർട്ടബിൾ ഫീലിംഗ്. ഇതാണ് ഇവിടുത്തെ ലിവിംഗ് റൂം. ആൻഡ് ഇവിടെ മെയിൻ ഫ്ലോറിൻ്റെ ടൈലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറിലുള്ള ഒരു ഗോർജിയസ് ഗ്ലോസി ടൈലാണ്. ആൻഡ് ഇത് ആരേക്കി ടൈലാണ്. അയർലൻഡിൽ എക്സ്ക്ലൂസീവായിട്ട് ആരേക്കി ടൈൽസിൻ്റെ കളക്ഷനുള്ള ടൈലക്സിൽ നിന്നാണ് ഇവരിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂവിൻ്റെ ഒരു ടൈല്, അതിൽ ഒരു ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് ടെക്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ആ ഒരു ടൈലാണ് ഇവരിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻഡീഡ് ദാറ്റ് ഇസ് എ ബോൾഡ് മൂവ്. ആൻഡ് ദിസ് ഫിനിഷ് ഓഫ് ടൈൽ catches the light and gives the whole place a bright and open feel. ഈ വീട്ടിലെ കളർ തീം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ബ്ലൂ. ആൻഡ് ഇവരിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഫേർണിച്ചേഴ്സ് ആണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതും ആൻഡ് ദ റഗ് അതാണെങ്കിൽ ഒരു ബ്ലൂ വൈറ്റ് ടെക്സ്റ്റേഴ്സിൽ വരുന്നതാണ്. ആൻഡ് ഇവിടുത്തെ പ്രെയർ യൂണിറ്റ് ആണെങ്കിലും ഒരു വൈറ്റ് ഗ്രേ തീമിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ആ സെയിം പാറ്റേൺ തന്നെയാണ് TV യൂണിറ്റിലും വന്നിട്ടുള്ളത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ടുള്ള ഈ ഒരു ക്ലോക്കാണ്. അതും കൈൻഡ് ഓഫ് ഒരു നേവി ബ്ലൂ, ബ്ലാക്ക്, ഒരു ആൻറ്റിക് സ്റ്റൈലിലുള്ള ഒരു കോംപ്ലിമെൻറ്റിങ് പീസാണ്. ആൻഡ് ഇവിടെ ഹൈലൈറ്റിംഗ് ആയിട്ട് ഇതുപോലെ ഇരിക്കാനുള്ള ഒരു സ്പേസും കൂടി ഇവിടെയുണ്ട്. ആൻഡ് what I feel is everything here is cohesive, everything connects. ഇതാണ് ഇവിടുത്തെ താഴത്തെ ടോയ്ലറ്റ് ആൻഡ് ദേ ഹാവ് മെയിൻറ്റെയിൻ ദ സെയിം കളർ പാലറ്റ്. ഇവിടെ ആക്ച്വലി ഒരു കോമ്പിനേഷൻ ഓഫ് 2 ടൈൽസ് ആണ് കാണാൻ പറ്റുന്നത്. 2 വോളിലായിട്ട് ഇവരിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കാർവിംഗ് മാറ്റ് ഫിനിഷിലുള്ള ഒരു ബ്ലൂ ടൈൽ. ആൻഡ് ആ ബ്ലൂവിനകത്ത് തന്നെ ഒരു ബ്രൗൺ, ഒരു ബ്രാസ് ടൈപ്പ് ഓഫ് കളറും അതുപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട്. ഒരു കോമ്പിനേഷൻ ഓഫ് ബ്ലൂ ഷെയ്ഡ്സ് ആൻഡ് സം ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. ആൻഡ് അതിന് കോൺട്രാസ്റ്റ് എന്ന് വണ്ണം ഇവിടെ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ടൈലും അതിനകത്ത് ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത്. വെരി സ്ലീക്ക്, വെരി മോഡേൺ ആൻഡ് ഓഫ് കോഴ്സ് എ ലക്ഷറി സ്പേസ്. This home feels calm but has a stronger personality. ലിവിംഗ് റൂമിലും ഹാൾവേയിലും യൂസ് ചെയ്തിട്ടുള്ള സെയിം ഗ്ലോസി ബ്ലൂ ടൈൽസ് തന്നെയാണ് ഇവിടെ കിച്ചണിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഫേവറേറ്റ് കളർ ബ്ലൂ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ള സെയിം ബ്ലൂ കളർ തീം പാലറ്റ് തന്നെയാണ് കിച്ചൺ ആക്സസറീസിനും യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കിച്ചൺ ടൈൽസ്, ഫ്ലോറിലുള്ള ടൈൽസ് ബ്ലൂവും അതുപോലെ തന്നെ ക്യാബിനറ്റ്സ് ഒരു ഡാർക്കർ വെർഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ സ്പ്ലാഷ് ബാക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പോർഷ്യ ഫിനിഷിലുള്ള ഒരു ഓഫ് വൈറ്റ് ബേസിൽ വരുന്ന ഡാർക്ക് പീച്ച് വെയിൻസ് വരുന്നൊരു ടൈലാണ്. ആൻഡ് ഇത് വളരെയധികം ഈ ഒരു സ്പേസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ഫേർണിച്ചറായിട്ട് ഡൈനിങ് സ്പേസിൽ ഫേർണിച്ചറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ ചെയേഴ്സും ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളുമാണ്. ആക്ച്വലി ദിസ് ഡാർക്ക് ടോൺസ് കോംപ്ലിമെൻറ്റ്സ് വിത്ത് ദ ടൈൽ. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നത്തിങ് ഫീൽസ് ഔട്ട് ഓഫ് പ്ലേസ് ഹിയർ. എവറിത്തിങ് ഈസ് ഇൻ സിങ്ക്. ഇവിടുത്തെ സ്റ്റെയർ കേസിൽ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ടൈൽസ് ആൻഡ് കാർപ്പറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ആൻഡ് ആസ് യു ക്യാൻ സീ ഗ്രേ കളറിലുള്ളൊരു കാർപ്പറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് സ്റ്റെപ്പ് റൈസേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈവൻ ദി സ്റ്റെയർ കേസ് ഫോളോസ് ദ സെയിം ടോൺ. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാഡ് എ ക്ലിയർ വിഷൻ.
Not too flashy, but very well balanced. ഫസ്റ്റ് ഫ്ലോറിൽ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ആണ്. ആൻഡ് താഴെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം കളർ പാലറ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സട്ടിൽ ഗ്രേ കളറിലുള്ള ഒരു ലാമിനേറ്റ് ആണ് ഇവരിവിടെ ഫ്ലോറിങ്ങിന് ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവർ ഈ ചൂസ് ചെയ്ത ഈ ഒരു ലാമിനേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതൊരു ലോങ്ങർ പ്ലാങ്കും അതുപോലെ തന്നെ ജോയിൻസ് ഒട്ടും വിസിബിൾ അല്ലാത്ത ഒരു കളറുമാണ്. ആൻഡ് ദിസ് ആക്ച്വലി എൻഹാൻസസ് ദ റിച്ച്നെസ് ഓഫ് ദ ഹോൾ പ്ലേസ്. ഹായ് ചേച്ചി ചേട്ടാ, നിങ്ങൾ എത്ര നാളായി അയർലൻഡിൽ വന്നിട്ട്? ഞാൻ വന്നിട്ട് 5 വർഷമായി. ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എപ്പോഴാണ് സ്വന്തമായൊരു വീട് ഇവിടെ വേണം എന്നുള്ള ഒരു ഡ്രീം വന്നത്? ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു ഡ്രീം വന്നായിരുന്നു, ഇവിടെ ഒരു വീട് വാങ്ങാന്നുള്ള രീതിയിൽ. അപ്പോൾ എത്ര നാളായി ആ ഒരു പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? മീൻസ് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ വീട് വാങ്ങാന്നുള്ളൊരു ഇതായിരുന്നു. ബട്ട് നമ്മൾ സേവിങ്ങും കാര്യങ്ങളെല്ലാം ഒരു 1.5 കൊല്ലം അടുത്തായപ്പോഴാണ് നമ്മൾ അതൊക്കെ തുടങ്ങിയത്. ജസ്റ്റ് വന്ന് ജോലിയൊക്കെ സെറ്റായി കാര്യങ്ങളെല്ലാമായി ഒരു 1.5 കൊല്ലമായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 1.5 കൊല്ലമായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു വീട് വാങ്ങുന്ന പ്രോസസ്സ് അതെങ്ങനെയായിരുന്നു? ഡിഫിക്കൽട്ട് ആയിരുന്നോ അല്ലെങ്കിൽ? എനിക്ക് അങ്ങനെ അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല. കാര്യം പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം ചെയ്താൽ അത്ര ഡിഫിക്കൽട്ട് ആകത്തില്ല. എല്ലാം നമ്മൾ അവർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളതെല്ലാം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ചോദ്യങ്ങളൊന്നും വരില്ല. അപ്പം ഡിലേ ഒഴിവാവും, കാര്യങ്ങൾ കുറച്ചും കൂടെ പെട്ടെന്ന് നീങ്ങും, പെട്ടെന്ന് ലോൺ കിട്ടും. അതുകൊണ്ട് എനിക്ക് ലോൺ കിട്ടാൻ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം മാക്സിമം എടുത്തുള്ളൂ മാക്സിമം. നിങ്ങൾ വന്നപ്പോൾ തൊട്ട് ഡബ്ലിനിൽ തന്നെയാണോ? അതെ അതെ, ലൂക്കണിൽ തന്നെ. അപ്പോൾ ഇത് ആക്ച്വലി ന്യൂ കാസലിലെ മാസൺ ക്രോസ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ആണ്. എങ്ങനെയാണ് ഈ ഒരു എസ്റ്റേറ്റിലേക്ക് എൻറ്റപ്പ് ചെയ്തത്? ആക്ച്വലി വന്നപ്പോൾ തന്നെ അമല ഡബ്ലിനിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വിട്ടുപോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഡബ്ലിൻ വിട്ട് ശരിയാ, കാരണം നമ്മൾ ആദ്യം വരുന്ന സ്ഥലത്തിനോടുള്ള ഒരു ഇഷ്ടക്കൂടുതലും പിന്നെ സിറ്റി ആണെന്നുള്ള ഒരു ഇഷ്ടക്കൂടുതലും ഉണ്ട്. ഇച്ചിരി അത്ര കൗണ്ടിയിലോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ലൂക്കൻ്റെ അടുത്ത് എവിടെയെങ്കിലും വേണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു എസ്റ്റേറ്റ് വന്നു, അപ്പോൾ അങ്ങോട്ട് ബുക്ക് ചെയ്തു. അങ്ങനെ രീതിയിലായിരുന്നു. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയായിരുന്നു? ഈ വീടിന് ഒരു 495 ആയിരുന്നു പ്രൈസ് റേഞ്ച് വരുന്നത്. മീൻസ് 5 തൊട്ട് 5, ഇപ്പോൾ 5 ആയി, അങ്ങനെ അതായിരുന്നു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇപ്പം ഡബ്ലിനിലുള്ള എല്ലാ വീടിനും ആ റേഞ്ചൊക്കെ തന്നെയാണ്. ഒരാഴ്ച വെച്ച് കൂടുന്ന പോലെ നമുക്ക് ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ വീട് എടുത്തപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെ മനസ്സിലൊരു ഭാവനയുണ്ടാവും, എൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്നിന്ന കളർ തീം വേണം, ഇന്നിന്ന ഫീച്ചേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു വീടിനെ പറ്റിയിട്ടുള്ള ഒരു ഉൾക്കാഴ്ച? ഞങ്ങൾക്കിത് കിട്ടിയപ്പോൾ ജസ്റ്റ് സ്ട്രക്ചർ മാത്രം, ഐ മീൻ ഒന്നുമില്ലല്ലോ, ടൈലും ഒന്നുമില്ല, ജസ്റ്റ് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് കളറിനെ കുറിച്ചൊരു ഇച്ചിരി ധാരണ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ടൈലായിക്കോട്ടെ, ഈ TV യൂണിറ്റ് ആയിക്കോട്ടെ, ബാത്റൂം ആയിക്കോട്ടെ, എല്ലാം ആ കളർ ബ്ലൂ ആണ്. ബിക്കോസ് ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റിയത് ഒരു ഫുൾ ഓൺ ഒരു ബ്ലൂ മയമാണ്. അപ്പം എനിക്ക് മനസ്സിലായി നീല എന്ന് പറഞ്ഞ കളറിന് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആൻഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ടൈലാണെങ്കിലും ബ്ലൂ, അത് റെയർ ആയിട്ടാണ് കളർ ടൈൽസ് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് ടൈൽസ്? ഞങ്ങൾ ടൈൽസ് എടുത്ത് ടൈലക്സിൽ നിന്നാണ്. നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ടൈലും പിന്നെ ആ ഒരു ബ്രാൻഡ്, ഇത് RAK എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതെ, ദുബായ് ബ്രാൻഡാണ് RAK. ആൻഡ് ടൈലക്സിന് മാത്രമാണ് അതിന്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ ഉള്ളത്. അതൊരു റീസൺ തന്നെയായിരുന്നു. നമുക്കൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ടൈൽ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഒരു പോളിഷ്നെസ്, പ്രീമിയം ഫിനിഷ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ പോളിഷ്നെസ് അത്ര അങ്ങോട്ട് മറ്റേ ടൈൽ വെച്ച് നോക്കാൻ പെട്ടെന്ന് പോകത്തില്ലായിരിക്കും എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അതെ, കാരണം RAKയുടെ ടൈലാവുമ്പോൾ നമ്മുടെ റാസൽ ഖൈമ അതാണ്, പിന്നെ ബുർജ് ഖലീഫയിലൊക്കെ ഇട്ടിട്ടുള്ള സെയിം ടൈൽസ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ആൻഡ് ലുക്ക് ഫിനിഷ് ഇതിനായിരിക്കും കൂടുതൽ. എന്തായാലും കിട്ടും. പിന്നെ നമ്മുടെ ഈ പിന്നെ കളറും കറക്റ്റ് അതിൽ തന്നെ ഞങ്ങൾക്ക് അതേ ബ്ലൂ കളർ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അത് ടൈലക്സിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടി. ടൈലക്സിൽ തന്നെ വേറെ ഉണ്ടായിരുന്നു, ഏത്തൻസ് ബ്ലൂ എന്നാണ് തോന്നുന്നു, വേറെ ഒന്നും ഇഷ്ടപ്പെട്ടത്, ലൈറ്റർ വെർഷൻ ഓഫ് ബ്ലൂ. ബട്ട് ഞങ്ങൾക്ക് വൈറ്റ് കയറണ്ടെന്നുള്ള ഒരു തോന്നൽ പിന്നെ വന്നതുകൊണ്ടാണ്. മീൻസ് വൈറ്റ് നല്ലതാണ്, പക്ഷെ ചില ആൾക്കാര് വൈറ്റ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു ബ്ലൂ വേണമെന്നുള്ളത്. വൈറ്റ് ഭയങ്കര കോമൺ ആയി തുടങ്ങി. ഇപ്പൊ ഏത് വീട്ടിൽ ചെന്നാലും ഒരു കോമൺ ഒരു ഇതായതുകൊണ്ട് ഒരു ഇച്ചിരി ഡിഫറെന്റ് ആവാന്ന് ഓർത്തിട്ടും കൂടെയാണ് വൈറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയത്.
ആണ് പിന്നെ ഇത് ചൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കളർ തീമിലുള്ള ടൈല് കറക്റ്റ് നമുക്ക് ടൈലക്സിൽ നിന്ന് കിട്ടി? കിട്ടി തീർച്ചയായിട്ടും കിട്ടി. കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് കുറെ ടൈലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ടൈലുകളാണല്ലോ കൂടുതലും അവിടെ ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെതായ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് ബ്ലൂ തന്നെയായിരുന്നു, അതിന് ബ്ലൂ റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻ. അതെ, നമുക്ക് അവിടെ ലൈക്ക് ഏത് ടൈപ്പ് ആയിട്ടുള്ള ടൈൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ മോസ്റ്റ്ലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ലൈക്ക് ഇന്ത്യൻസ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഒരു ലൈറ്റർ വെർഷൻ ആണ്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഡാർക്കറും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റി ഒരു ബ്ലൂവിലേക്ക്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ എന്ന കളറിനോട് ഒരു ഫാസിനേഷൻ വന്നത്? അങ്ങനെ ചോദിച്ചാൽ ബ്ലൂ എനിക്ക് അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. രണ്ടുപേരുടെയും ഏകദേശം ബ്ലൂ ആയിരുന്നു. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിയത്തില്ല. ആക്ച്വലി ബ്ലൂ ആണ് ഇഷ്ടം. കാരണം ഇപ്പൊ ഇവിടെ വെച്ചിട്ടുള്ള ഇപ്പൊ ഞാനും അതുകൊണ്ടാണ് ബ്ലൂ കേട്ടിട്ട് വന്നത്. കാരണം ഇപ്പൊ ഇവിടെ വെച്ചിട്ടുള്ള ഫേർണിച്ചേഴ്സ് ആവട്ടെ, പിന്നെ അതിനെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ഗ്രേ ആ ഒരു തീമിലേക്കാണ് ഇത് മൊത്തം പോയത്. അത് മാത്രമല്ല, പിന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വോള് വരുന്ന വൈറ്റ് ആണ്. അപ്പൊ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ് നമ്മുടെ നിലവും സോഫയൊക്കെ പോയത്. ഈ റഗ് ആണെങ്കിൽ പോലും അപ്പോൾ ഇതിന് കോൺട്രാസ്റ്റിംഗ് ഉണ്ട്. പലരും ചിന്തിക്കുമ്പോൾ ഇത് ചിന്തിക്കുന്നില്ല. ഇവിടെ ഒരു വൈറ്റ് വോളുണ്ട്, വൈറ്റ് ടൈല് ഇട്ട് അത് കോൺട്രാസ്റ്റിംഗ് അല്ലല്ലോ വരുന്നത്. ഞാൻ ഈ റൂം മൊത്തത്തിലാണ് ഒന്ന് കണ്ടിട്ടാണ് ചൂസ് ചെയ്തത്. ഇവിടെ ബ്ലൂ അവിടെ വൈറ്റ് എന്നുള്ള രീതി ചൂസ് ആ ഒരു രീതിയിൽ. അപ്പൊ ഈ ഒരു ബ്ലൂവിന്റെ എല്ലാ സാധനങ്ങളും കിട്ടാനായിട്ട് ആ ഒരു പ്രോസസ്സ് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാം ആ ഒരു തീമിലേക്ക് വേണമല്ലോ. ടൈൽസിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാര്യം അവിടെ ആവശ്യത്തിന് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വേറെ ഇതില് പ്രശ്നം അങ്ങനെ ഇല്ലായിരുന്നു. നമുക്ക് ആ കളറെല്ലാം അവൈലബിൾ തന്നെയായിരുന്നു. കാര്യം നമ്മൾ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരിയും കൂടെ ഗ്രേയിഷ് രീതിയിൽ പോയി. കളേഴ്സ് എല്ലാം അതിൻ്റെ കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ എല്ലാം കിട്ടി ഞങ്ങൾക്ക്. അത് അത്ര കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ബ്ലൂ കളറായിട്ട് ആ ഒരു തീമായിട്ട് ടൈലക്സിലോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് ഹെൽപ്ഫുൾ ആയിരുന്നോ അവര് എല്ലാം സെലക്ട് ചെയ്യാനായിട്ട്? കാരണം കൺഫ്യൂസിങ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവര് സർവീസ് ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നു? അതെ, ഞാൻ ആക്ച്വലി ഡീൽ ചെയ്ത ഷിജോ ചേട്ടൻ, എബി ഇവരായിട്ടായിരുന്നു ആദ്യം ഡീൽ ചെയ്തത്. ഞങ്ങൾക്ക് വേണ്ടി തന്നെ എക്സ്ക്ലൂസീവ്ലി കുറെ ആ ഷോറൂം തുറന്ന് കുറെ ലേറ്റ് ആയിട്ട് ഷിജോ ചേട്ടനാണ് ഈ ടൈലെല്ലാം ഡിസൈഡ് ചെയ്തത്. ഞങ്ങൾ എബി ഉണ്ടായിരുന്നു, ഒരു സെഷൻ പോലെ ഞങ്ങൾ ചെയ്തത്. പിന്നെ ഡീൽ ചെയ്ത് പ്രശാന്ത് ഭയങ്കര ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. ബട്ട് ടൈല് സെലക്ട് ചെയ്യാനുള്ള ദിവസം ഫുൾ ഷിജോ ചേട്ടനായിരുന്നു ഫുൾ ഹെൽപ്പ് ചെയ്തത്. സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു ഫുൾ ടീമിന്റെ ഭാഗത്തുനിന്ന്. പിന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ടൈല് സെലക്ട് ചെയ്യാനും. അത് കഴിഞ്ഞ് ടൈല് ഇടുന്ന ആൾക്കാരും ഇവർ അറേഞ്ച് ചെയ്യുന്നതിനും അതിന്റെ ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടിയായിരുന്നു. കാര്യം സപ്പോർട്ടായിട്ട് ടൈലക്സ് കൂടെ ഉണ്ടായിരുന്നു. ഡിസംബർ സമയത്തായിരുന്നു നമ്മുടെ ടൈൽ. അപ്പോൾ പണിക്കാരൊക്കെ കുറവായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി പുഷ് ചെയ്ത് നമുക്ക് കിട്ടി. അങ്ങനെ ഫുൾ സപ്പോർട്ടായിരുന്നു. ഷിജോ ചേട്ടന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. നമുക്ക് വേണ്ടി തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് 5 o'clock കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അജയ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഓപ്പണിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രം മീൻസ് അത് 5 o'clock കഴിഞ്ഞതുകൊണ്ട് ആ ഷോറൂമിൽ ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഓപ്പൺ ആക്കി. അപ്പൊ നിങ്ങൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്? അപ്പൊ ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു വീടിന്റെ ഈ ടൈൽസ് അങ്ങനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇവിടെ സ്റ്റേഴ്സിൽ കൊടുത്തിട്ടുള്ളത് കാർപ്പറ്റ് ആണ്. അപ്പൊ അതും ഒരു ഗ്രേ ഷെയ്ഡിലാണ്. അതെങ്ങനെയാണ് അതിലേക്കും എന്താ ചെയ്തത്? കാരണം അവിടെ ഒരു കോൺട്രാസ്റ്റ്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഇവിടെ വൈറ്റ് ആണ്, അവിടെ ബ്ലൂ ആണ്, പക്ഷെ അവിടെ അത് ഒരേ രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഡിസിഷൻ. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ദേശം അവിടെ ഒരു ക്രീമോ വൈറ്റോ എന്ന് വെച്ചാൽ എന്നാലല്ലേ അതൊരു കോൺട്രാസ്റ്റിംഗ് ഉള്ളൂ. അതെന്തുകൊണ്ട് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ അതവിടെ ചെയ്താൽ ചെളി ഭയങ്കരമായിട്ടാവും. നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺട്രാസ്റ്റിംഗ് ഇട്ടാൽ ചെളിയാവും. അതും അവിടെ നിന്ന് തന്നെയായിരിക്കുമല്ലോ പറഞ്ഞു തന്നിട്ടുണ്ടാവുക? അതെ, മീൻസ് ഒബ്വിയസ്ലി എന്റെ മനസ്സിൽ ക്രീം തന്നെയായിരുന്നു. പക്ഷെ ചെളിയാവുന്ന കാര്യം ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തു. അല്ലെങ്കിൽ അവിടെ നമ്മൾ ഒരു കോൺട്രാസ്റ്റിംഗ് പോലെ ഇട്ടേനെ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടന്റെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് ഒത്ത രീതിയിൽ വീട് മൊത്തത്തില് ഹാപ്പിയാണ്? ആൻഡ് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു മിനിറ്റ് ചേട്ടാ, ക്ലോക്ക് പറയണം. അപ്പൊ ഈ ആംഗിൾ മാറ്റണോ? ആണോ? പിന്നെ ഞാൻ ഈ ഒരു വീട്ടിൽ ശ്രദ്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് പോലെ എനിക്ക് തോന്നിയത് ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോക്കാണ്. അപ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി എങ്ങനെയാണ്? അതൊരു ഈ പറഞ്ഞ പോലെ ഒരു നോക്കിക്കഴിഞ്ഞ ഒരു ഡാർക്ക് നേവി ബ്ലൂവിന്റെ ഒരു ചെറിയൊരു ഗ്രെയിൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു ആന്റിക് പോലത്തെ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പീസാണ്. അത് എവിടെ നിന്നാണ്?
ശരിക്കും ആ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഞാനല്ല, അത് വൈഫാണ് അതൊക്കെ ചെയ്തത് സത്യം പറഞ്ഞാൽ. അത് എവിടുന്ന് ഓർഡർ ചെയ്താണെങ്കിലും ചേച്ചി പറയും. അത് ഓർഡർ ചെയ്തേക്കുന്ന ആമസോണിൽ നിന്നാണ്. നമ്മൾ ഈ കളറിനോട് ചേരുന്ന പോലെ തന്നെയുള്ള ഒരു ഗ്രേയിഷ് ബ്ലൂ കളർ ഓഫ് അങ്ങനത്തെ ഒരു നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കളർ പാലറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇവിടെ എടുത്തിട്ടുള്ള ബാക്കി ആക്സസറീസ് ഒക്കെ ചേച്ചിയുടെ ആണോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടായുള്ള തീരുമാനം? അമ്മയാണ് അത് കൂടുതലും കണ്ടുപിടിക്കുന്നതും സോഴ്സ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അത് കൺഫേം ചെയ്യുന്നത്. ബട്ട് കണ്ടുപിടിക്കുന്നത് അമ്മയാണ്. ആമസോൺ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഞാൻ ഓഫ്ലൈൻ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ചേട്ടൻ ഓൺലൈൻ വഴി ചേച്ചി. അങ്ങനെയായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം ചേച്ചി പ്രഗ്നന്റ് ആണ്, ഒരു ബേബിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഒരു പുതിയ വീട്ടിൽ പുതിയൊരാളെ വരവേൽക്കാനായിട്ട് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഫീല് എങ്ങനെയാണ് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുക? ഭയങ്കര ഹാപ്പിയാണ്. അത് പറഞ്ഞറിയിക്കാൻ സന്തോഷമാണ്. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയും കൂടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് വരുന്നതിന് മുന്നേ ആ കുഞ്ഞ് പുതിയ വീട്ടിലോട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചതിനുള്ള സന്തോഷം ഭയങ്കര തന്നെയാണ്. കുറച്ചും കൂടെ വരുമ്പോൾ അത് കുറച്ചും കൂടെ അധികം നമുക്ക് കുറച്ചും കൂടെ ഫീൽ നല്ലതായിരിക്കും. അപ്പം ഇതിപ്പോൾ ചേച്ചി ഇപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ടൈലിംഗ് എല്ലാം കൂടി ആകുമ്പോൾ ചേട്ടൻ അതൊരു ഹെഡേക്ക് ആയിരിക്കുമല്ലോ. പക്ഷെ അപ്പോൾ ടൈലക്സിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഹെഡേക്ക് ആയിരുന്നു. കാര്യം അത് സ്ട്രെസ്സാണ് കാര്യം വൈഫിന് പല കാര്യങ്ങളും ഫിസിക്കലായിട്ട് സഹായിക്കാൻ പറ്റില്ലല്ലോ മിക്ക കാര്യങ്ങളും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസംബർ മന്തിലായിരുന്നു, അതും ഒരു ഹെഡേക്ക് തന്നെയായിരുന്നു. കാര്യം പണിക്കാരൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഷിജോ ചേട്ടൻ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ആ പണിക്ക് മീൻസ് ഞാൻ ഉദ്ദേശിച്ച ടൈല് ആൾക്കാരെയൊക്കെ ഇച്ചിരിയും കൂടെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ അവരുടെ റെസ്പോൺസ് ഭയങ്കര പ്രോംപ്റ്റ് ആയിരിക്കില്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ? അതെ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കന്ന് പിന്നെ വേറൊരു വലിയ ബെനിഫിറ്റ് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ടൈല് ബാക്കി വരുന്നത് എടുക്കുന്നുള്ളത് മാത്രമല്ല, ആ ടൈൽ വർക്കർ തന്നെ കൊണ്ടുപോയി അവിടെ ഏൽപ്പിക്കും. അത് ഭയങ്കര ഹെൽപ്ഫുൾ തന്നെയാണ്. പിന്നെ അങ്ങനെ അത് ഭയങ്കര ഹെൽപ്ഫുൾ തന്നെയാണ്. ആ ഫുൾ സപ്പോർട്ട് ടൈലിടാനും ത്രൂ ഔട്ട് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേറ്റ് തൊട്ട് നമ്മുടെ ഒരു എൻഡിങ് പ്രോസസ്സ് വരെ സപ്പോർട്ട് ഭയങ്കര നല്ല കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ ചേട്ടൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഫേവറേറ്റ് കളർ തീമിലുള്ള ഒരു വീടും കാര്യങ്ങളും എല്ലാം ആയിട്ട് സെറ്റായി. ഇനി പുതിയൊരു ബേബിനെ കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഓവറോൾ വാട്ട് ആർ യു ഫീലിംഗ് റൈറ്റ് നൗ? ഹാപ്പിനെസ്. ഒറ്റ വാക്കിൽ അതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വേറെ വേർഡ് പറയാനില്ല. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഒരു പുതിയ ബേബി, പുതിയ തുടക്കം എല്ലാം കൊണ്ടും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡബ്ലിൻ കൗണ്ടിയിലെ ന്യൂ കാസലിലെ മേസൺ ക്രോസ് എസ്റ്റേറ്റിലുള്ള അജയുടെയും അമിലയുടെയും ഹോം സ്റ്റോറിയായിരുന്നു ഇത്. I'll be back with more home stories, so stay tuned. This is me, Alaina, signing off from FrameX Home Stories.